ഹായ്. അങ്ങനെ നമ്മുടെ സായിയുടെ പട്ടി ചത്തു. സായി എന്തൊക്കെയോ അങ്ങ് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുള്ളി അങ്ങ് ശ്രമിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഫെയിം ആവുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ എന്തിൻ്റെ കേടാണോ എന്തോ. എനിക്കിത് കാണുമ്പോൾ ഇതെല്ലാം തന്നെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു കുറവുള്ള വ്യക്തിയൊന്നുമല്ലോ സായി. സായി ഒരു നല്ല മനുഷ്യനാണെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കണം. നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞില്ല, അവ ഇറങ്ങി പോകുമല്ലോ. ആ സ്പേസ് മറ്റൊരാൾക്ക് ഉപകരിക്കുമായിരുന്നു. ആ സ്പേസിലേക്ക് വേറെ ഒരാൾ വന്ന് വേറൊരു മത്സരാർത്ഥി കളിക്കുകയും അത്യാവശ്യം പേയ്മെൻ്റ് ഒക്കെ കിട്ടി, ചിലർക്കൊക്കെ ഇതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ട ആൾക്കാരും ഉണ്ട്. അത്രയും ദിവസമൊക്കെ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ നല്ല പേയ്മെൻറ്റും കിട്ടും, മാത്രമല്ല ഫെയിമും ആകും. ചിലപ്പോൾ അവരൊക്കെ നന്നായിട്ട് കളിച്ചാൽ കപ്പും കിട്ടും. ആ ഒരു ഷോയെ തന്നെ വൾഗറാക്കുന്ന രീതിയിൽ ആ ഷോ ഈ രീതിയിൽ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കാനും സാധിക്കുമെന്ന വ്യാജേന പുള്ളിക്കാർ അവിടെ കാണിക്കുന്ന പട്ടി ഷോയ്ക്ക് പട്ടി ചത്തു എങ്കിൽ നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. പട്ടി ചത്തോ ഇല്ലെന്നൊക്കെ പോയി അന്വേഷിച്ചാൽ അറിയാം, അവിടെ ഒരു പട്ടിയും ചത്തിട്ടുണ്ടാവത്തില്ല. ഇതൊക്കെ അവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ച ഒരുതരം വൃത്തികെട്ട മോഡാണ്. ആദ്യം അവരൊന്ന് കളിച്ചു നോക്കിയത് അപ്പൻ്റെ കേസ് പറഞ്ഞിട്ടാണ്. അപ്പൻ അമ്മയുമായിട്ടുള്ള പ്രശ്നം, സ്വന്തം ഭാര്യ അമ്മയുമായി ചേരുന്നില്ല എന്നൊരു ടേം പറഞ്ഞു. സോ ആകെ മൊത്തത്തിൽ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയെ നമുക്ക് കാണിച്ചു തരികയാണ് സായി എന്ന്. അയ്യോ എന്തുവാ. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ, സ്വന്തം വ്യക്തി ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യാൻ വയ്യാത്തൊരു അങ്ങേര് നാട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നു. മാത്രമല്ല ആദ്യം ഞാൻ പറയും, എന്ത് കാര്യം ഈ രാജ്യത്ത് നടന്നാലും ഈ കേരളത്തിൽ നടന്നാലും എവിടെ നടന്നാലും എല്ലാം ഞാൻ ആദ്യം പറയും. ഈ പരദൂഷണം പറയാൻ മാത്രമേ ആളുള്ളൂ കേട്ടോ. എവിടെ നടക്കുന്നു എന്ത് നടക്കുന്നു, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് തിളമ്പി അങ്ങോട്ട് വയ്ക്കും. ഭയങ്കര ജുക്തിവാദമൊക്കെ പറയുന്നത് കേൾക്കാം, ചില നേരം ഭയങ്കര ഈശ്വരവാദവും പറയുന്നത് കേൾക്കാം. ഡബിൾ സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡ് ക്യാരക്ടർ. ആരെന്ത് പറഞ്ഞാലും പുള്ളിക്ക് എഗൻസ്റ്റായിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്താൽ അവരെ പോയി കാല് നക്കിയെങ്കിൽ അത് കോംപ്രമൈസ് ആക്കുക. യാതൊരു രീതിയിലുള്ള വ്യക്തിത്വവും ഇല്ലാത്ത, ഒരു നിലപാടും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സായിയെ മനസ്സിലായിട്ടുള്ളത്. അതിനൊപ്പം ആ പെങ്കൊച്ചും കൂട്ടു നിൽക്കുന്നു. പണമാണ് ഉന്നമെങ്കിൽ പണം ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. 4 ലക്ഷം രൂപയ്ക്ക് ആദ്യത്തെ മാസം തന്നെ കിട്ടിയെന്ന് തള്ളി മറിച്ച സായി അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഏത് പട്ടിച്ചാത്തനും അറിയാം. ഏതായാലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അയാളുടെ ഒരു ഫേസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. അതിന് നല്ല പ്രവർത്തികൾ ചെയ്താൽ പോരെ, അതിനെ ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കണം. ഇത് പൊതുസമൂഹത്തിൽ കുറച്ചുകൂടെ ഫേസ് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തിയല്ലേ ചെയ്യുന്നത്. എന്തോ എനിക്കങ്ങനെയാണ് തോന്നിയത്. പട്ടി അസുഖത്തിലായിരുന്നു ഇത്രേ, എന്നാൽ പിന്നെ പട്ടിയെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ബിഗ് ബോസ് വിളിച്ചാൽ, നമ്മൾ നിർബന്ധിച്ചാൽ. മുതുകാട് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളത്തരം പ്രചരിപ്പിച്ചതിന്. എന്തായിരുന്നു കള്ളത്തരം എന്നറിയാമോ? ഗൂഢാലോചനയുണ്ട്. എന്താ ഗൂഢാലോചന എന്നറിയാമോ? പോക്സോ കേസുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേർക്ക്. അദ്ദേഹം കൊടുത്ത കേസ് അദ്ദേഹത്തിൻ്റെ പേർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളം പറഞ്ഞതാണ് സായി. പൊതുസമൂഹത്തിലുള്ള മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെയൊക്കെ എടുത്തു വെച്ച് ഉടുക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു രീതിയാണ്. എല്ലാവരും പറയുന്നു, ഞാനും പറയുന്നു. അത് മാത്രം പോരല്ലോ, ഞാനൊരു സംഘടനയുണ്ടാക്കും, ആ സംഘടനയുടെ തലപ്പത്ത് ഞാൻ കയറിയിരിക്കും, എന്നിട്ട് സംഘടനയിൽ ആഡാകുന്ന എല്ലാ യൂട്യൂബേഴ്സിനെ കൊണ്ടും ഞാൻ പറയുന്ന കളവ് ഏറ്റുപാടിപ്പിക്കും. അതായിരുന്നു പുള്ളിയുടെ രീതി. ആ രീതിക്ക് ഒരു തടയിട്ട് കൊടുത്തത് ഞാനാണ്. നമ്മുടെ വിഷയം അങ്ങനെ എടുത്തു വെച്ചൊരു ടോപ്പിക്കായിരുന്നു. പക്കാ നോണ, പച്ച പൊക്കൃത്തരം. എന്നിട്ട് എന്തായി? പിൻവാങ്ങിയോ? ഇല്ല, പിടിച്ചു നിന്നു, എതിർത്തു, പൊരുതി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോഴും നിങ്ങളെന്നെ കാണുന്നത്. നമ്മൾ ഏത് മേഖലയിലായാലും ഒരു പരസ്പര ബഹുമാനം ഉണ്ടാകണം, വേണ്ടേ? അതില്ല ആളിന്. തന്നെക്കാൾ ഉയരെ, തന്നെക്കാൾ പ്രാക്ടിക്കലായി, തന്നെക്കാൾ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി വന്നാൽ അയാളെ അല്ലെങ്കിൽ അവളെ അടിച്ച് താഴ്ത്തി ഒതുക്കി മൂലയ്ക്കിടാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അയാൾ ചെയ്യും. തെളിവാണ് ഞാൻ. കാര്യം പറയാം, എനിക്ക് വ്യൂ ഒന്നുമില്ല, ചെറിയൊരു ചാനൽ അമ്മാതിരി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വീഡിയോ കൃത്യമായിട്ടിരുന്ന് കണ്ടു എന്നുള്ള തെളിവാണ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം. ജിനു ഗോപിയുടെ എക്സ് വൈഫുമായിട്ടുള്ളൊരു ഇഷ്യൂ. എക്സ് വൈഫ് എന്നെ കാണണമെന്ന് പറയുന്നു. എനിക്ക് കണ്ട കാര്യം ഞാൻ പറഞ്ഞു, എന്നെ കാണണമെന്ന് പറയണം. ഞാൻ അവിടേക്ക് ട്രാവൽ ചെയ്യുന്നു, എൻ്റെ വീട് അവിടെയാണ്. ഞാൻ പോകുമ്പോൾ എൻ്റെ തൊട്ടു പിന്നാലെ, അതായത് ഞാൻ അവരെ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയ 5 മിനിറ്റിൽ അവർക്കൊരു കോൾ വന്നു. ആരാ കോൾ ചെയ്തേ? സായിയ. അവിടെ ഉണ്ട് സായിയുടെ പിന്തുടർച്ച. ഞാൻ ഇപ്പോഴും എടുത്തു പറയണു, സായിക്കൊരു കോമ്പറ്റീറ്റർ പോലുമല്ല ഞാൻ. 100K ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അതും 3 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയൊന്ന് വന്നിട്ടുള്ളത്. വളരെ വളരെ വ്യൂ കുറഞ്ഞൊരു ചാനലാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ചാനൽ. വളരെ വ്യൂ കുറവാണ്, ഒരു K മാക്സിമം പോവുള്ളൂ. ആ ചാനൽ, അതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ട് 5 മിനിറ്റിനകം സായി ഇരുന്ന് പറയണ ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് സായിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് അതിനകത്ത് പിടിയിട്ടില്ലേ?
എൻ്റെ എല്ലാം, അതായത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഭയങ്കര റിപ്പോർട്ടാണ്, എക്സ്ട്രീം ലെവൽ റിപ്പോർട്ട്. എൻ്റെ ചാനൽ നശിപ്പിക്കപ്പെടുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയത് ശത്രുക്കളെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത്, അതായത് എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തി വലിയൊരു പട തന്നെ അപ്പുറത്ത് നിർത്തിയിട്ട് എനിക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് സായി. അപ്പം അതിനകത്തുണ്ട് സായി എന്ന വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഇത്തരത്തിൽ ഒരു വൃത്തികേട് കാണിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമോ, മിണ്ടായിരിക്കുമോ? അപ്പോൾ തിരിച്ച് അയാൾ ചെയ്തതിൻ്റെ ഒരു ശതമാനം അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ ചാനലിൽ പോകുമെന്ന കേസായപ്പോൾ എന്നെ തന്നെ വിളിച്ച് കാല് പിടിക്കേണ്ട ഗതികളിലേക്ക് സായിയെ ഞാൻ കൊണ്ടുവന്ന് നിർത്തി. ആ സമയത്താണ് സായി ബാക്കിയുള്ളതും കൂടെ ഛർദ്ദിച്ചിട്ടത്. അതിനകത്ത് എന്താ പറഞ്ഞേ, മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയെ തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് എനിക്ക് ഈ ചാനൽ നിലനിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ ചാനലിൽ തന്നെ എൻ്റെയൊക്കെ വോയിസ് തന്നെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പുള്ളി എന്നോട് സംസാരിക്കുന്നത്, സായി സംസാരിക്കുന്നത്. ആ സംസാര മധ്യേ പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് 12 പട്ടികളുണ്ട്, എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ ഭയമാണ്, എന്നെ മുതുകാട് കൊന്നുകളയും, എന്നെ മുതുകാട് കൊന്നുകളയുമെന്ന് സൈന എന്ന് പറയുന്ന ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതിൻ്റെ വിഷ്വൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇങ്ങനെ, അതായത് കളവിൻ്റെ പുറത്ത് കളവുകളുടെ മറ്റൊരു തലമായിട്ടാണ്. പുള്ളിക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ മുതുകാടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ മുതുകാടിനെ കാണുമ്പോൾ ഈ വിവരം ചോദിക്കാൻ വേണ്ടി മാത്രം ഞാൻ മുതുകാടിനെ കാണുകയും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പുള്ളി ഇതിനകത്തൊന്നും ഒരു പാർട്ടിസിപ്പേഷൻ, പക്ഷേ ഇത്തരത്തിലുള്ള കുപ്രചരണം പുള്ളി നടത്തിയതിൻ്റെ തെളിവ് നമ്മളുടെ കയ്യിൽ തന്നു. സുനിത ദേവദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖ യൂട്യൂബ് ചാനലുകാരെ എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുള്ളി പിന്നെ നടത്തിയത് ഒരു ഭീകരമായ ആക്രമണമായിരുന്നു. അതായത് ഒരേ നുണ 10 പേർ ഏറ്റുപാടുമ്പോൾ അത് സത്യമായി മാറുക എന്നുള്ള ഒരു ടേം. കുറച്ച് അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിരുത്തി ആവശ്യത്തിൽ കൂടുതൽ ആ മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്യാൻ നന്നായി കളിച്ചു. ഞാൻ സ്ട്രൈക്ക് കൊടുക്കാൻ കാരണം ഞാനല്ല കൊടുത്തത്, ജിനു ഗോപിയാണ് കൊടുത്തത്. കാരണം പുള്ളിയുടെ കുടുംബത്തിനെ പറ്റിയും പച്ചാ പോക്കൃതരമാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനോ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അഭിപ്രായം ചോദിക്കാനോ പുള്ളി പോയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന രീതിയിൽ ജിനു ശരിക്കും മറുപടി തിരിച്ചു കൊടുത്തു, സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്കിന് അവർ സ്ട്രൈക്ക് ബാക്ക് ചെയ്ത്, അതായത് ഇത് മാപ്പാക്കി തരണം എന്നുള്ള രീതിയിൽ യൂട്യൂബിൻ്റെ അടുത്ത് പറഞ്ഞത് ജിനു ഗോപി ഒരു ക്രിമിനൽ ആണെന്നും ഹൈക്കോടതിയിൽ അയാൾക്ക് കേസുണ്ടെന്നുമാണ്. ഹൈക്കോടതിയിൽ കേസ് പോയിട്ട് ഒരു പെറ്റീഷൻ പോലും ഇല്ലാത്ത മനുഷ്യനാണ് അങ്ങേര്. അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ടും യൂട്യൂബ് അയാളുടെ ചാനൽ റിട്രീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ നടപടി? നമുക്ക് നിയമവശവുമായിട്ട് മുന്നോട്ട് പോകാം. ഇത്രയധികം കള്ളപ്രചരണം നടത്തിയ ഒരു കള്ളനാണ് ആ ചാനൽ നടത്തുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നു എന്നുള്ള എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തന്നത്. കാണിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാകും. ഒരു വ്യക്തി, ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആകരുതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന സായി ചെയ്ത ഒരുപാട് കാര്യങ്ങളിൽ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ പിടിക്കപ്പെട്ട, ഇപ്പോൾ ഗുണ്ടാ തലവനാണെന്നും ഗുണ്ടാ സംഘത്തിൻ്റെ ഇടപാടുണ്ടെന്നും ഈ ഗോൾഡിൻ്റെ ആശാനാണെന്നും ഒക്കെ പറയുന്ന ഷിയാസ് കരീമിനെ വെളുപ്പിക്കാൻ പുള്ളി ചെയ്ത വീഡിയോ എത്രയാണ്? എത്രമാത്രം വീഡിയോകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അയാളുടെ ഉറ്റ സുഹൃത്തെന്ന് അയാൾ തന്നെ പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോകൾ കൂടെ നമുക്ക് മനസ്സിലായ മല്ലു ട്രാവലറിൻ്റെ എക്സ് വൈഫും അതേപോലെ ഒരു പെൺകുട്ടിയും സൗദി യുവതിയും അയാൾക്കെതിരെ കേസ് കൊടുത്തപ്പോഴും അയാളും അയാളുടെ ഈ യൂട്യൂബേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് മല്ലു ട്രാവലിനെ പുകഴ്ത്തി അങ്ങ് കൊണ്ടുപോകുന്ന സിനാരിയോട് നമ്മൾ കണ്ടത്. എനിക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എന്നെയായിരുന്നു ഇവരും കൂടെ ആക്രമിച്ചത്. അതേസമയം വേറെ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഡ്രസ്സില്ലാത്ത ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും ഇരുന്ന് വീരവാദം പറയുന്ന അവരെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇവന്മാരെല്ലാം കൂടെ യുണൈറ്റഡായി കാണിച്ചൊരു വൃത്തികേടുണ്ട്. അതിനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവൻ്റെ തന്നെ കൂട്ടുകാരി പാട്ടാ ബക്കറ്റിന് ഇതേ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ അയാളെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവൻ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കളവാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വീട്ടുകാരുടെ കാര്യം എടുക്കുക. അപ്പൻ എന്താ വന്ന് പറഞ്ഞത്? അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയെപ്പറ്റി അവൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോട്ടെ, ഒരു ഭർത്താവെന്ന നിലയിലുള്ള അയാളുടെ പരാജയം അയാൾ സ്വയം കുറ്റസമ്മതം നടത്തുന്നില്ലേ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇവനെ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഭാര്യയ്ക്കില്ല പ്രിഫറൻസ്, അമ്മയ്ക്കില്ല, അച്ഛനില്ല, എല്ലാവരുമായിട്ടും പ്രശ്നം. ഇത്രയധികം പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരുത്തനാണോ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് നിങ്ങളെ അട്രാക്ട് ചെയ്തത്? ഇനി എനിക്ക് പറയാനുള്ളത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. വളരെ ജെന്യുവിനായ നിങ്ങൾ അങ്ങനെ തന്നെ തുടരണം. കാരണം അവൻ അർഹിക്കുന്ന സബ്സ്ക്രൈബർ തന്നെയാണ് നിങ്ങൾ. ഇത്രയധികം വൾഗാരിറ്റിയും ഇത്രയധികം മോശകാര്യങ്ങളും ഒക്കെ അറിഞ്ഞ ശേഷവും അവൻ്റെ സബ്സ്ക്രൈബറായി നിങ്ങൾക്ക് തുടരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് പേഴ്സണാലിറ്റികളാണെന്ന് ഞാൻ പറയും. പറയേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്കുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
ഞാൻ അവനോട് ചലഞ്ച് ചെയ്ത കാര്യം 107K ഉള്ള എൻ്റെ ചാനൽ അവൻ പൂട്ടിച്ചപ്പോൾ അവനും ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ചേർന്ന് എല്ലാവരുടെ യുണൈറ്റഡായി ചേർന്ന് എൻ്റെ ചാനൽ പൂട്ടിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാനാണ് ബ്രാൻഡ്. എനിക്കറിയാം, എനിക്ക് 2 പേര് മതി, അല്ലെങ്കിൽ 2K മതി, ഞാൻ ഇരിക്കും. എനിക്ക് പറയാനുള്ളത് അവരുടെ അടുത്താണ് എന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് ആ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. നിശബ്ദതയായിരുന്നു. ഇനി ഈ പെൺകുട്ടിയെ ഇത്രയധികം അവഹേളിക്കാനായിട്ട് പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്ത കാക്കപ്പൊടിക്കൊപ്പം നിന്നുകൊണ്ട് മല്ലു ട്രാവലിൻ്റെ എക്സ് വൈഫിനെ 4ഓളം ആണുങ്ങൾക്കൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് അതിതീവ്രമായി ആക്രമിച്ച ഇവന് ഒരു അല്പമെങ്കിലും മനസാക്ഷി ഉള്ളവനാണ് ഈ പട്ടി ചത്തേന് മോങ്ങുകയല്ല വേണ്ടത്. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നാണ് ചോദിക്കേണ്ടത്. ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയുമോ? ഇല്ല. പകരം ഒരു ചാൻസ് നോക്കിയാണ് ആ പെൺകുട്ടിയെ വീണ്ടും ഉപദ്രവിക്കാനായിട്ട്. ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട എല്ലാ നീതിയും നിഷേധിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും സൈബർ ഇടങ്ങളിൽ ബുള്ളി ചെയ്യാനായിട്ട് ആഹ്വാനം കൊടുത്ത ഒരുത്തനാണ് ഇവൻ. ഇവൻ്റെ കയ്യിൽ അത്രയധികം ക്രിമിനലായിട്ടുള്ള ആൾക്കാർ കൂട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് അവന് ചെയ്യാവുന്ന മാക്സിമം അവൻ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു പറയുന്നവർക്കൊക്കെ കിട്ടുന്നത് എന്താണെന്നറിയാം? ഇനാം സ്ട്രൈക്കുകളാണ്. നമ്മുടെയൊക്കെ ചാനലുകൾ അടിച്ചു പോകും, നമ്മുടെയൊക്കെ ചാനൽ അവർ നശിപ്പിക്കും. അത്രയേ ഉള്ളൂ. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, വ്യൂ കിട്ടത്തില്ല, ആരും ഇതിനൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ എനിക്കറിയാവുന്ന സ്വാഭാവികമാണ്. പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, അതൊക്കെ അവരുടെ ഇഷ്ടം. പറയേണ്ടത് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം നമുക്കിങ്ങനെ ബിഗ് ബോസിൽ പോയി നമ്മളുടെ നിലപാടോ നമ്മളുടെ ഗുഡ് വിൽ സർട്ടിഫിക്കറ്റോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലോ നമ്മുടെ വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞു തരും നമ്മളൊക്കെ എന്താണ്. അപ്പോൾ ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടിയിട്ട് ആ ഷോയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടി ഇവ അങ്ങോട്ട് തള്ളിക്കയറിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ടീം അംഗങ്ങൾ തന്നെയാണ് അതിനകത്ത് മെജോറിറ്റി ആയിട്ടുള്ളത്. യൂട്യൂബേഴ്സ് അസോസിയേഷനിലുള്ള മെയിൻ കൊണാണ്ടറാണ് സിജോ. ആരാണ് സിജോ എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇടി കൊള്ളേണ്ടത് ആപ്റ്റായിരുന്നു. അത് ഒരുപാട് പെൺകുട്ടികളുടെ മറുപക്കം അല്ലെങ്കിൽ അവരുടെ ആവശ്യാർത്ഥം ആ കർമ്മ ചെയ്യിച്ച പരിപാടിയാണ്. അവനത് കൊള്ളണം, അവൻ അത്രയ്ക്ക് നെഗളിക്കുന്നുണ്ടായിരുന്നു പുറത്ത്. അപ്പം ഇത് എല്ലാം പൊതുവെ നോക്കുമ്പോൾ ഇവനൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഒരു ഇൻഫ്ലുവൻസർ എന്താകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി സായി നിൽക്കുമ്പോൾ സായി പറയുന്നത് കേട്ടിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കുറേ മനുഷ്യർ പറയും ലിപ്സ്റ്റിക്ക് കൊള്ളാമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഭാര്യ ചോദിക്കുമ്പോൾ അതൊരു വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതി ഇഗ്നോർ ചെയ്തു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. നീ ഇഗ്നോർ ചെയ്താലും കൂടെ നോക്കിയാലും നന്നായി നോക്കിയെന്ന് പറഞ്ഞാലും ആകെ മൊത്തത്തിൽ 0 ലെവലുള്ള ഒരു പേഴ്സൺ അതിനകത്ത് കിടന്ന് കുറേ കോമാളി പേക്കൂത്ത് കാണിക്കുന്നു എന്നതിനപ്പുറം എന്ത് വെളുപ്പിക്കാൻ കയറിയിരുന്നാലും വെളുത്തില്ല ഒത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പേഴ്സണൽ ഗ്രഡ്ജാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജില്ല അയാളോട്, പ്രത്യേകിച്ച് സായിയോടോ സായിയുടെ കുടുംബത്തോടോ ഒന്നും എനിക്ക് ഒരു പ്രോബ്ലവുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാനൽ പൂട്ടിക്കുക എന്നുള്ളത് പ്രൊഫഷണൽ ജലസി എന്നുള്ള ഒരൊറ്റ കാരണം. പിന്നെ എൻ്റെ ചാനൽ റീച്ച് ആകാതിരിക്കുന്നുള്ളതും പ്രൊഫഷണൽ ജലസി ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അതിനപ്പുറം എനിക്ക് വേറെ ശത്രുതയൊന്നുമില്ല. പക്ഷേ അതൊരു സോഷ്യൽ ഈവിളാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ആ ഒരു ഇൻഫോർമേഷൻ ഞാൻ മരണം വരെ പാസ് ചെയ്യും. അതും എനിക്കറിയില്ല എത്ര ദിവസം ജീവിക്കുമെന്ന്. ഇവന്മാരൊക്കെയാണ് അപ്പുറത്ത് ക്രിമിനലുകളുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, മരണവും സംഭവിക്കാം. അതുവരെ ഞാനിത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. മാറ്റമില്ല, തർക്കമില്ല, ഞാനിവിടെ തുടരുകയും ചെയ്യും. പക്ഷേ അവനൊക്കെ ഇത് പറയാനുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൽ ഈ പറയുന്ന മാരാർക്കൊരു അസുഖം വന്നപ്പോൾ അയാളെ പറ്റി ഒരു വീഡിയോ ചെയ്ത മഹാ വ്യക്തിത്വമാണ് ഇയാൾ. അന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ പ്രിവിലേജ് ഒന്നും ഈ ബിഗ് ബോസ് അനുവദിച്ചു കൊടുക്കരുത്. ഒരാൾക്കും അസുഖം വരുമ്പോൾ വീട്ടിൽ ഇരിക്കണം, എന്തിനാ അസുഖം കൊണ്ട് ഇതിനകത്ത് വന്നേ, മറ്റൊരാളുടെ സ്പേസ് അല്ലേ നിങ്ങൾ കവറപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഇവൻ്റെ നിലപാടാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്ന ബെഡും സ്പെഷ്യൽ കൺസിഡറേഷനും ഒക്കെ. ഈ പ്രിവിലേജ് അവന് പറ്റും, മറ്റുള്ളവർക്ക് പറ്റത്തില്ല. ഇത് തന്നെയാണ് അവനെ ആളുകൾ എടുത്ത് വെച്ച് കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. കൈയിരിപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവൻ കാണിക്കുന്ന പല കാര്യങ്ങളും നാട്ടുകാരെ പറ്റിക്കലാണ്. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രം പറയുക, വ്യക്തമായ ബോധ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ വിമർശിക്കുക, തെളിവില്ലാതെ ഒരാളെ ഒന്നും പറയാനും പോകാതിരിക്കുക. ഇതൊക്കെ ഒരു ബേസിക് നീഡാണ് ഒരു ഇൻഫ്ലുവൻസർക്ക് വേണ്ടത്. താൻ കാണിക്കുന്നതെല്ലാം മുഴുച്ചെറ്റത്തരവും മറ്റുള്ളവരെ ചെറ്റ എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് മാത്രം പറയുന്നു. സോ ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടത്, ബിഗ് ബോസിൽ കണ്ടതൊക്കെ തന്നെ നന്നായി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ച ഡ്രാമകളാണ്. മൈക്കൊക്കെ വലിച്ചെറിഞ്ഞ് കുറേയധികം ഡ്രാമയൊക്കെ പുള്ളിക്കാരൻ കാണിച്ച് നമ്മളുടെയൊക്കെ ഒരു ഫേവർ കിട്ടാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. ഇന്നവരെ പട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾക്ക് ഒരു ചാനലില്ലേ? ആ പട്ടികളിലൂടെ അത്ര സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ അതിൽ നിന്ന് കാണിക്കണ്ടായിരുന്നു. എവിടെ? അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇയാൾ വന്ന സമയത്ത് തന്നെ ആ പട്ടി മരണപ്പെടുന്നു. ആ മരണത്തെക്കുറിച്ച് ഭാര്യ അകത്തു എന്ന് പറയുന്നു. പുള്ളി ഇമോഷണലി ഡാമേജ് ആകുന്നു. പട്ടിപ്രേമികൾ പുള്ളിയുടെ പിറകെ പോകുന്നു. അയ്യോ എന്തെല്ലാമാണ് നടക്കുന്നത്. അച്ഛൻ വന്ന് പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല, പുറത്തേക്ക് വാ, ബാക്കി ഞാൻ അവിടെ തീർക്കാം.
അമ്മയും ഭാര്യയും തമ്മിൽ ലിങ്കായെങ്കിൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും കൂടെ വന്നാൽ പോരെ, എന്തുകൊണ്ട് വന്നില്ല? അതിനകത്തുണ്ട് സംഗതി. ആകെ മൊത്തം ക്ലീൻ ക്ലീൻ ക്ലീൻ. ഇനി അഥവാ ഇല്ല എങ്കിൽ അവർ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്തുമുണ്ട് എനിക്കൊരു മറുപടി, സിമ്പിളായ മറുപടി. എന്താണെന്നറിയാമോ? ഈ പറഞ്ഞത് അവൻ പൊതുസമൂഹത്തെ പറ്റിക്കാൻ പറഞ്ഞത്. അവർ തമ്മിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സോ ദാറ്റ്സ് മൈ പോയിന്റ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ വീഡിയോ കാണാൻ സാധിക്കും. താങ്ക് യു.